ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വോൾസ് ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെനറൽ ഡയോഡിൻ്റെ വോൾട്ടേജ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഉള്ള ഒരു വീഡിയോയാണ്. ഒരു ടിപ്സായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ പല ആവശ്യങ്ങൾക്ക് പലപ്പോഴായിട്ട് പല വോൾട്ടേജിലുള്ള സെനറൽ ഡയോഡുകൾ വാങ്ങാറുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് വാങ്ങി ഇച്ചതിൻ്റെ ബാലൻസ് വരുന്ന സെനറൽ ഡയോഡ് നമ്മൾ വല്ലതിൽ ബോട്ടിലിലോ എന്തെങ്കിലും ഇട്ട് സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ നേരം നമുക്കിതിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജ് എറൈസായി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എത്ര വോൾട്ടേജിലാണെന്ന് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടും. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഒരു സെനറൽ ഡയോഡിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഡപ്പയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഡപ്പയിലിടുന്ന പോലത്തെ സെനറൽ ഡയോഡുകൾ ഇതുപോലെ ഒരുമിച്ചായിരിക്കും നമ്മൾ അക്കിട്ട് വയ്ക്കാറ്. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന എത്ര വോൾട്ടേജിൻ്റെ സെനറൽ ഡയോഡാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം ചിലത് മിക്കവാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇതൊക്കെ മാഞ്ഞു പോകും, അല്ലെങ്കിൽ എറേസായി പോകും. അപ്പോൾ നമുക്കിത് എന്താണ് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമാണ് ഇതിൻ്റെ എത്ര വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന സെനറൽ ഡയോഡാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബെഞ്ച് പവർ സപ്ലൈ അല്ലെങ്കിൽ ലാബ് പവർ സപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ അസംബിൾ ചെയ്തെടുത്ത ഒരു ബെഞ്ച് പവർ സപ്ലൈ ആണ്. 1.98 വോൾട്ടേജ് മുതൽ 31.2 വോൾട്ടേജ് വരെ നമുക്ക് വേരിയബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആംബിയർ മാക്സിമം കുറച്ചിടുക, എന്നിട്ട് വോൾട്ടേജ് മാത്രം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഷോർട്ട് ചെയ്ത് നോക്കുമ്പോൾ 0 എന്ന് കാണിക്കും. എന്നിട്ട് നമ്മളെ കയ്യിൽ ഇതുപോലെ ഉള്ള സെനർ ഡയോഡ് ഓരോന്നായിട്ട് എടുക്കുക. സെനർ ഡയോഡിൻ്റെ പോസിറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ കൊടുക്കുക, നെഗറ്റീവ് ഇതിൻ്റെ ബാക്കിൽ കൊടുക്കുക. അപ്പോൾ എത്ര വോൾട്ടേജിൻ്റെ ആണെന്ന് കാണിക്കും. അത് ഹൈ വോൾട്ടേജിൽ കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വോൾട്ടേജ് കൂട്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 19 വോൾട്ടിൽ 16, ഇത് 18 വോൾട്ടിൻ്റെ സെനൽ ഡയോഡാണ്. ഏറ്റവും ആംബിയർ കുറച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയം 25 വോൾട്ടേജിലിട്ടിട്ട് ചെക്ക് ചെയ്യുമ്പോൾ 18 വോൾട്ട് 18 വോൾട്ടിൻ്റെ സെനൽ ഡയോഡാണ്. പത്ത് വോൾട്ടിലിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 5.39 5.6 വോൾട്ട് സെനറാണത്. വോൾട്ട്. എല്ലാ ഡയോഡും ചെക്ക് ചെയ്യുമ്പം ആദ്യം കുറഞ്ഞ വോൾട്ടേജിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് 12 വോൾട്ട് സെനൽ ഡയോഡാണ്. ഇതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റാണോ എന്ന് നമുക്ക് ഇനിയിപ്പോൾ ഒരു പവർ സപ്ലൈയും കൂടെ കൊടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് ഔട്ട്പുട്ട് സെനൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ സെനൽ ഡയോഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ നമ്മൾ ചെക്ക് ചെയ്ത വോൾട്ടേജ് ആണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലുള്ള പവർ സപ്ലൈ വഴി ആംബിയർ കുറച്ചിട്ടതിന് ശേഷം വോൾട്ടേജ് കൂട്ടി വെച്ചിട്ട് സെനൽ ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ ആ വോൾട്ടേജിലുള്ള സെനൽ ഡയോഡാണെന്ന് നമുക്ക് ഒന്നുകൂടെ കൺഫേം ആക്കാൻ വേണ്ടി ഇതുപോലൊരു ട്രാൻസിസ്റ്റർ എടുത്തതിന് ശേഷം 5.44 എന്ന് കാണിക്കുന്ന സെനൽ ഡയോഡ് സെനറൽ ഡയോഡിനെ ഇതിൻ്റെ ബേസിലോട്ട് ഒട്ടിക്കുക. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് സെനറൽ ഡയോഡിൻ്റെ പോസിറ്റീവ് ബേസിലൊട്ടിക്കുക. പവർ സപ്ലൈ പോസിറ്റീവ് കളക്ടർ ഒട്ടിക്കുക. ഇത് NPN ട്രാൻസിസ്റ്ററാണ്. 3055 TAP മോഡൽ. 820 ഓംസ് റെസിസ്റ്റൻസ്. ഒരു 820 ഓംസ് റെസിസ്റ്റൻസ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് ഒട്ടിക്കുക. എന്നിട്ട്
ഇതിൻ്റെ കളക്ടറിലോട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഒരു കാലം ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ പവർ സപ്ലൈയുടെ നെഗറ്റീവ് ഡയോഡിൻ്റെ സെനർ ഡയോഡിൻ്റെ നെഗറ്റീവിൽ ഒട്ടിക്കുക. ഒരു മൾട്ടിമീറ്ററുണ്ട്, ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കുക എത്ര വോൾട്ട് ഉണ്ടെന്ന്. ഇതാ ഇവിടെ 5 വോൾട്ടാണ് കാണിക്കുന്നത്. ഇത് 5 വോൾട്ട് സെനർ 5.44 5.25 ഒക്കെ വരും ഔട്ട്പുട്ട്. 29 വോൾട്ടിന് ചെക്ക് ചെയ്ത് നോക്കിയാലും 5 വോൾട്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഏകദേശമൊക്കെ നമുക്ക് സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത്.